ഇന്ന് എടുക്കാൻ പോകുന്നത് +1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ലെസണിലെ ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എ, റൈറ്റ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ദ റിലേഷൻ. ഡൊമെയിനും റേഞ്ചും എഴുതണം. അപ്പോൾ ഇവിടെ ആർ എന്ന് പറഞ്ഞ റിലേഷൻ തന്നിട്ടുണ്ട്. ഓർഡേർഡ് പെയറിൽ 2, 5, 3, 10, 4, 17, 5, 26 ഇതാണ് തന്നിരിക്കുന്ന റിലേഷൻ. ഇതിലെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എലമെന്റ്സ് ആണ് എന്ത്? ഡൊമെയിൻ. ആദ്യത്തെ എലമെന്റ്സ് മുഴുവൻ ഡൊമെയിനും രണ്ടാമത്തെ എലമെന്റ്സ് മുഴുവൻ എന്താണ്? റേഞ്ചാണ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെ ഓർഡേർഡ് പെയറിൽ തരുമ്പോൾ ആദ്യത്തെ എലമെന്റ്സ് എല്ലാം ഡൊമെയിനും രണ്ടാമത്തെ എലമെന്റ്സ് എല്ലാം റേഞ്ചുമാണ്. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, അപ്പോൾ ഡൊമെയിൻ, ഇതിൽ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ 2, 3, 4, 5 ആണ് എന്ത്? ഡൊമെയിൻ. റേഞ്ച് എന്ന് പറഞ്ഞാൽ 5, 10, 17, 26 ആണ് റേഞ്ച്. ഇനി സബ് ക്വസ്റ്റ്യൻ ബി, ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x ആൻഡ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2, ഫൈൻഡ് എഫ് പ്ലസ് ജി ഓഫ് എക്സ്, എഫ് മൈനസ് ജി ഓഫ് എക്സ് ആൻഡ് എഫ് ഇൻറ്റു ജി ഓഫ് എക്സ്. അപ്പോൾ ഇതിൽ 3 ക്വസ്റ്റ്യൻ ചെയ്യണം. നമുക്ക് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഫോർമുല കാണാതെ പഠിക്കണം. എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്താ? എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് ജി ഓഫ് എക്സ് എന്താ? എക്സ് പ്ലസ് 2. ഇനി എക്സ് സ്ക്വയർ ഇവിടെ ഡിഫറൻസ് സൈനാണ് വലുതെന്ന്, ഇവിടെ -3, ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ച് വലുതിൻ്റെ സൈൻ. 3 ന്ന് 1 കുറയ്ക്കുമ്പോൾ 2 അല്ലേ? അപ്പോൾ വലുതിൻ്റെ സൈൻ എന്താ? -2x പ്ലസ് 2. ഇതാണ് ആൻസർ. അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക, നമുക്ക് ഡൊമെയിനും റേഞ്ചാണ് ഈ റിലേഷൻ്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഓർഡേർഡ് പെയറിൽ ആദ്യത്തെ എലമെന്റ്സിനെല്ലാം നമ്മൾ ഡൊമെയിൻ എന്ന് പറയും, രണ്ടാമത്തെ എലമെന്റ്സിനെല്ലാം റേഞ്ച് എന്ന് പറയും. അപ്പോൾ ആദ്യത്തെ എലമെന്റ്സ് 2, 3, 4, 5 ആണ് ഡൊമെയിൻ. രണ്ടാമത്തെ റേഞ്ച് 5, 10, 17, 26 ആണ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എഫ് പ്ലസ് ജി ഓഫ് എക്സ്, എഫ് മൈനസ് ജി ഓഫ് എക്സ്, എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് ഇത്രയും കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഫോർമുല പഠിക്കണം. എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ മൈനസ് 3x എന്ന് എഴുതി, പ്ലസ് ജി ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് 2 എന്ന് എഴുതി. ഇത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 2 കിട്ടി. മനസ്സിലായല്ലോ? ആ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, എഫ് മൈനസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു, ഈ ഫോർമുലയും അറിയണം. ഇത് അറിയാൻ എളുപ്പമാകുന്നുണ്ട്. എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഇങ്ങനെയാണ് എഴുതുക. അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ മൈനസ് 3x, ജി ഓഫ് എക്സ് തന്നിട്ടുണ്ട് എക്സ് പ്ലസ് 2. അപ്പൊ ഇവിടെ 2 ടേം ആയതുകൊണ്ടാണ് നമ്മൾ മൈനസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത്. ഒരു ടേം ആണെങ്കിൽ നമുക്ക് ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. 2 ടേം ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ മൈനസ് ഇട്ടിരിക്കുന്നത്. ഇനി എക്സ് സ്ക്വയർ മൈനസ് 3x അങ്ങനെ തന്നെ എഴുതി, മൈനസ് ഇൻറ്റു എക്സ് മൈനസ്, മൈനസ് ഇൻറ്റു 2 -2 എന്ന് എഴുതി. ഇനി എക്സ് സ്ക്വയർ -3 -1 കൂടി സെയിം സൈൻ ആണ്. ഇപ്പൊ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യാം. -3 -1 കൂടി ആഡ് ചെയ്യുമ്പോൾ -4x -2. ഒന്നുകൂടി ശ്രദ്ധിക്കുക, എഫ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിന് എളുപ്പമാർക്കുണ്ട്. എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്നാണ് പഠിക്കേണ്ടത്. എഫ് ഓഫ് എക്സ് അവർ തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് ജി ഓഫ് എക്സ് തന്നിട്ടുണ്ട് എക്സ് പ്ലസ് 2. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് മൈനസ് ഇൻറ്റു 2 -2, അതായത് മൈനസ് കൊണ്ട് ഈ ബ്രാക്കറ്റ് സ്പ്ലിറ്റ് ചെയ്തു. ഇനി എക്സ് സ്ക്വയർ മൈനസ് ഇവിടെ സെയിം സൈൻ ആയതുകൊണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. -3 -1 -4x -2. ഇനി നെക്സ്റ്റ് തേർഡ് സബ് ക്വസ്റ്റ്യൻ, എഫ് ജി എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു ജി എന്നാണ് അർത്ഥം. എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. ഇതൊക്കെ കാണാതെ പഠിക്കേണ്ടതാണ്. അത് എളുപ്പമാർഗം എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എഴുതി സ്പ്ലിറ്റ് ചെയ്തിട്ട്. ഇനി എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ മൈനസ് 3x ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ എക്സ് സ്ക്വയർ കൊണ്ട് ആദ്യം എക്സിനെ മൾട്ടിപ്ലൈ, എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എക്സ് ക്യൂബ്, എക്സ് സ്ക്വയർ ഇൻറ്റു 2 2x സ്ക്വയർ, -3x ഇൻറ്റു എക്സ് -3x സ്ക്വയർ, -3x ഇൻറ്റു 2 -6x. അതായത് എക്സ് സ്ക്വയർ കൊണ്ട് ആദ്യം ബ്രാക്കറ്റ് മൊത്തം ഇൻറ്റു ചെയ്യുക, അതായത് -3x കൊണ്ട് ഈ ബ്രാക്കറ്റ് മൊത്തം ഇൻറ്റു ചെയ്യുക. ഇനി x³ + 2x² - 3x² - 6x അല്ലേ കിട്ടിയത്. x³
ഇവിടെ ഡിഫറൻസ് ആയിട്ടാണ് 2 3 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ 3 2 മൈനസ് ചെയ്യുക. അപ്പൊ എന്താ 1 3യുടെ സൈഡ് എന്താ മൈനസ് -1x² -6x. x² -x² -6x ആണ് ഇതിന്റെ ആൻസർ. മനസ്സിലായല്ലോ? സെക്കൻഡ് ക്വസ്റ്റ്യന്റെ സബ് ക്വസ്റ്റ്യൻ എ, ഇഫ് p equal to set mn and q equal to set nm, state whether the following is true or false. p cross q equal to ordered pair mn nm. അതായത് p cross q തന്നിട്ടുണ്ട്, നമുക്ക് mn ഉം nm ഉം തന്നിട്ടുണ്ട്. പക്ഷെ p cross q എന്ന് പറഞ്ഞത് ഈ രണ്ട് എലമെന്റ് മാത്രമല്ല. കാരണം നമ്മൾ ചെയ്യുമ്പോൾ നോക്കിയേ mn വരും, m വരും, nn വരും, nm വരും, 4 എലമെന്റ്സ് വരും. അപ്പൊ ഈ p cross q equal to mn nm ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്താ ഫോൾസ് ആണ്. കാരണം 2 എലമെന്റ്സ് ആണ് അവർ തന്നിട്ടുള്ളൂ. നമുക്ക് ശരിക്കും കറക്റ്റ് എത്ര എലമെന്റ്സ് വരും? 4 എലമെന്റ്സ് വരും. നോക്കിയേ m n ഇങ്ങനെ ഓർഡേർഡ് പെയറിൽ 4 എലമെന്റ്സ് വരും. ഇവിടെ ആകെ 2 എലമെന്റ്സ് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇതെന്താണ് ഫോൾസ്. ഇനി നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ ബി, റൈറ്റ് ദ റിലേഷൻ r equal to set ordered pair x cube, x is a prime number less than 10 in roster form. ഇത് തന്നിരിക്കുന്നത് സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇതിനെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റണം. അപ്പൊ ഇവിടെ x എന്ന് പറഞ്ഞത് 10നേക്കാളും 10നേക്കാളും കുറവായിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ആവണം. എക്സിന്റെ വാല്യൂസ് എന്ന് പറഞ്ഞത് 10നേക്കാളും കുറവുള്ള പ്രൈം നമ്പേഴ്സ് ആണ്. നമുക്കറിയാം ഏത് പ്രൈം നമ്പേഴ്സ് പറഞ്ഞാൽ ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് 2 എണ്ണം വരിക. ഇപ്പൊ 2 എന്ന് പറഞ്ഞത് പ്രൈം നമ്പർ ആണെങ്കിൽ 2ന്റെ ഫാക്ടേഴ്സ് 1ഉം ആ നമ്പറും മാത്രം വരിക. 1നെ ആ നമ്പറിനെ മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എന്ത് പ്രൈം നമ്പേഴ്സ്. അപ്പൊ ഇവിടെ 10നേക്കാളും കുറവുള്ള പ്രൈം നമ്പേഴ്സ് 2ഉം 3ഉം 5ഉം 7ഉം മാത്രമേ ഉള്ളൂ. കാരണം 2ന് 2 ഫാക്ടേഴ്സുകൾ 1ഉം 2ഉം, 3ക്ക് അതേപോലെ 1ഉം 3ഉം, 5ന് 1 5 7ഉം 1 7. ഇതാണ് 10നേക്കാളും കുറവുള്ള പ്രൈം നമ്പേഴ്സ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ എക്സിന്റെ സ്ഥാനത്താണ് ഈ വാല്യൂസ് നമുക്ക് കൊടുക്കേണ്ടത്. എന്നിട്ട് വേണം റോസ്റ്റർ ഫോമിലേക്ക് ആക്കാൻ. അപ്പൊ നമ്മൾ ഈ എക്സിന്റെ സ്ഥാനത്തൊക്കെ ഓർഡേർഡ് പെയറിൽ ആ വാല്യൂസ് കൊടുത്തു. ആദ്യം 2 കൊടുത്തു, r equal to set 2 2q, പിന്നെ അടുത്ത 3 കൊടുത്തു, 3 3q, നെക്സ്റ്റ് 5 5q, നെക്സ്റ്റ് 7 7q ഇങ്ങനെ കൊടുത്തു. ഇനി 2 എന്ന് പറഞ്ഞാൽ 2 അങ്ങനെ തന്നെ എഴുതി. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 2 × 2 × 2, അതായത് 2 × 2 4 4 × 2 8. 2നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി 3 അങ്ങനെ തന്നെ എഴുതി. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3നെ 3 ടൈംസ് ഇൻറ്റു ചെയ്യാം. 3 × 3 × 3 3 × 3 9 9 × 3 27. 5 അങ്ങനെ തന്നെ എഴുതി. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 5നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 5 × 5 5 × 5 25 25 × 5 125. ഇനി 7 അങ്ങനെ തന്നെ എഴുതാം. 7 ക്യൂബ് എന്ന് പറഞ്ഞാൽ 7നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. 7 × 7 × 7 7 × 7 49 49 × 7 340. ഇതാണ് എന്ത് റോസ്റ്റർ ഫോം. ഈ സെറ്റ് ബിൽഡർ ഫോമിന്റെ റോസ്റ്റർ ഫോമാണ് ഇവിടെ എഴുതിയത്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഒരു സെറ്റ് ബിൽഡർ ഫോം തന്നു. അതിൽ ഈ ഓർഡേർഡ് പെയറിൽ എക്സിന്റെ കണ്ടീഷൻ എന്താണ്? 10നേക്കാളും കുറവുള്ള പ്രൈം നമ്പേഴ്സ് ആണ്. 10നേക്കാളും കുറവുള്ള പ്രൈം നമ്പേഴ്സ് 2ഉം 3ഉം 5ഉം 7ആണ്. ആ വാല്യൂസ് ഈ എക്സിന്റെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റോസ്റ്റർ ഫോം കിട്ടും. മനസ്സിലായല്ലോ? നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യനിലെ സി സബ് ക്വസ്റ്റ്യൻ, ലെറ്റ് a equal to set 1 2 3 4, b equal to set 1 5 9 11 15 16, f equal to set ordered pair 1 5 2 9 3 1 4 5 2 1. State with the reason whether f is a relation or a function. അതായത് ഇവിടെ a എന്ന് പറഞ്ഞ സെറ്റും b എന്ന് പറഞ്ഞ സെറ്റും തന്നിട്ടുണ്ട്. ഇതിന് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഓർഡേർഡ് പെയറിൽ. അപ്പൊ ഫംഗ്ഷൻ ആണെങ്കിൽ കണ്ടീഷൻ എന്താ? ഓരോ എലമെന്റിനും എന്തായിരിക്കണം? അപ്പുറത്തുള്ള ഇതിപ്പോ ഈ സെറ്റില് എ എന്ന് പറഞ്ഞ സെറ്റും ബി എന്ന് പറഞ്ഞ സെറ്റിൽ A 1 2 3 4 ഇവിടെ 1 5
ഇതിൽ ഓർഡേഡ് പേരിൽ 1 5 പിന്നെ 2 9 3 3 1 3 11 ആണ് കേട്ടോ. 3 11 പിന്നെ 4 5 പിന്നെ വീണ്ടും 2 എന്താ 2 1. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു ഫംഗ്ഷൻ ആവണമെങ്കിൽ ഇവിടെ 1 5 2 9 3 11 4 15 ഇങ്ങനെയാണ് ഇവിടെ തന്നിരിക്കുന്നത് ഓർഡേഡ് പെയർ. അപ്പൊ ഇവിടെ ഓരോ ഇവിടെ എയിൽ കിടക്കുന്ന ഓരോ എലമെന്റ്സിനും ബിയിലേക്ക് ഓരോ എന്താ പാടുള്ളൂ, അതായത് ഇപ്പൊ 1ൽ നിന്ന് ഒരു ഇതേ പാടുള്ളൂ ഏതിന് ബിയിലേക്ക്. ഇവിടെ 2 എന്ന് പറഞ്ഞ നമ്പറിൽ ഒന്നിൽ കൂടുതൽ വന്നിട്ടുണ്ട്, മനസ്സിലായോ? അപ്പൊ ഈ 2 എന്ന് പറഞ്ഞ ജോഡി നോക്കിയേ 2 1 2 9 ഇങ്ങനെ ഇമേജ് പാടില്ല. അതായത് എ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എ എന്ന് പറഞ്ഞ സെറ്റില് ബിയിലേക്ക് ഇവിടെ നിന്ന് ഓരോ ഇമേജേ പാടുള്ളൂ. ഇപ്പൊ 1ന് ഒരു ഇമേജ് ഇവിടേക്ക് പാടുള്ളൂ, ഒന്നിൽ കൂടുതൽ ഇമേജ് പാടില്ല. അപ്പൊ ഇവിടെ 2ന് 2 ഇമേജ് വന്നിട്ടുണ്ട്, 2 1 2 9 വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതെന്തല്ല, ഒരു ഫംഗ്ഷൻ അല്ല. അപ്പൊ ഫംഗ്ഷൻ അല്ല, കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലായോ? എയിൽ നിന്ന് ഓരോ ഇമേജ് ബിയിലേക്ക് പാടുള്ളൂ, ഏഴത്തെ ഓരോ എലമെന്റ്സിനും ബിയിലേക്ക് ഓരോ ഇമേജ് പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ ഇമേജ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ 2ന് 2 ഇമേജ് വന്നിരിക്കണല്ലോ, അതേപോലെ വന്നു കഴിഞ്ഞാൽ എന്തല്ല, ഒരു ഫംഗ്ഷൻ അല്ല. അപ്പൊ ഇവിടെ നോക്കിയേ, f is not a function since the element 2 has 2 images. 2ന് എത്ര ഇമേജസ് ഉണ്ട്? 2 ഇമേജസ് ഉള്ളതുകൊണ്ട് ഇതെന്തല്ല, ഒരു ഫംഗ്ഷൻ അല്ല. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, if a equal to 2 4 b equal to 1 3 5 then the number of relations from a to b. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻസിന്റെ എണ്ണം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്, 2 raised to m into n എന്നാണ് നമ്പർ ഓഫ് റിലേഷൻ ആണുള്ള ഫോർമുല. m എന്ന് പറഞ്ഞാൽ എ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം, n എന്ന് പറഞ്ഞാൽ ബി സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം. അപ്പൊ ഇവിടെ 2 raised to എ സെറ്റിലെ എലമെന്റ്സ് എത്രയാ? 2 ആണ്. 2 into ബി സെറ്റിലെ എലമെന്റ്സ് എത്രയാ? 3 ആണ്. into 3. ഇപ്പൊ 2 raised to 2 into 3 എന്താ? 6. ഇനി 2നെ 6 ടൈംസ് ഇൻറ്റു ചെയ്യണം. 2 into 2 into 2 into 2 into 2 into 2. ഇനി ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 64 കിട്ടും. ഇതാണ് എയിൽ നിന്ന് നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻസിന്റെ എണ്ണം. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യനിലെ സബ് ക്വസ്റ്റ്യൻ എ, ഇഫ് എ ഈക്വൽ ടു സെറ്റ് -1 1 ഫൈൻഡ് എ ക്രോസ് എ. എ ക്രോസ് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ എന്ന് പറഞ്ഞത് 2 സെയിം സെറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇത് രണ്ടും അങ്ങനെ തന്നെ എഴുതി, -1 1 -1 1 എഴുതി. ഇനി -1 കൊണ്ട് ഈ ബ്രാക്കറ്റ് മൊത്തം -1 -1 കോമ -1 1 എഴുതി. ഇനി അടുത്ത് 1 കൊണ്ട് 1 -1 കോമ 1 1 എഴുതി. ഓർഡർ പെയർ. ഇതാണ് എന്ത്? എ ക്രോസ് എ. ഇനി കൺസിഡർ ദ റിലേഷൻ ആർ ഡിഫൈൻഡ് ബൈ r equal to set x x plus 1 such that x belongs to -1 1. Write r in the roster form. Also find the range. അതായത് ഒരു റിലേഷൻ തന്നിട്ടുണ്ട്, എക്സ് എക്സ് പ്ലസ് 1 എന്നാണ് തന്നിരിക്കുന്നത്. എക്സ് എന്ന് പറഞ്ഞത് 2 എലമെന്റ് ആണ്, -1 1. നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതണം, റേഞ്ചിലും എഴുതണം. ഇപ്പൊ റോസ്റ്റർ ഫോമിൽ എഴുതാൻ ഇവിടെ എക്സിന് -1 കൊടുത്താൽ, ഇപ്പൊ എക്സ് എക്സ് പ്ലസ് 1 അല്ലേ, എക്സിന് നമ്മൾ -1 കൊടുത്താൽ ഇവിടെ -1 പ്ലസ് 1, ഇപ്പൊ -1 കോമ ഇവിടെ ഡിഫറൻസ് അതിനകത്ത് 0, -1 0 ആണ് ആദ്യത്തെ എലമെന്റ്. ഇനി അടുത്തത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് +1 ആണ്. അപ്പൊ എക്സിന് നമ്മൾ 1 കൊടുത്തു, ഇവിടെ 1 കൊടുത്തു, 1 + 1, അപ്പൊ 1 2. ഇതാണ്. ഇപ്പൊ -1 1 മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എക്സിന്. അപ്പൊ നമുക്ക് കിട്ടിയത് എന്താ? റോസ്റ്റർ ഫോമിൽ കിട്ടിയത് എന്താ? -1 0 1 2. ഇനി റേഞ്ച് എന്ന് പറഞ്ഞാൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എലമെന്റ് ആണ് ഡൊമൈൻ, റേഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എലമെന്റ് ആണ് റേഞ്ച്. അപ്പൊ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 2 ആണ് റേഞ്ച്. അപ്പോൾ ഇന്നത്തെ 4 ക്വസ്റ്റ്യനും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം ചെയ്ത് തന്നെ പഠിക്കണം. ആ കുറച്ച് പ്രോബ്ലംസ് ആണ് ക്ലാസ് എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് വൃത്തിയായി ചെയ്ത് പഠിക്കുക.
പിന്നെ ഈ വീഡിയോ ക്ലാസ് കണ്ട ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.